നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം കൊഴിലപ്പം. അപ്പൊ കൊഴിലപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് സത്യം പറഞ്ഞ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷെ എഡിറ്റ് ചെയ്യാൻ നോക്കിയ സമയത്ത് ഒരു ക്ലിപ്പ് മിസ്സിംഗ് ആയിരുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്ത് രണ്ടാമതും ദുബായിൽ വന്ന് വീഡിയോ എടുത്തു, പോസ്റ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിലുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിനു ശേഷം എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാം, നമ്മളിത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് രുചികരമായ നമ്മുടെ നാടൻ കൊഴിലപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കൊഴിലപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വറുത്ത അരിപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി വറുത്ത അരിപ്പൊടി ആണെങ്കിൽ ജസ്റ്റ് 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. അതേസമയം വറുക്കാത്ത അരിപ്പൊടി ആണെങ്കിൽ ഒരു 5 മിനിറ്റ് സമയത്തോളം മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാൻ ശ്രമിക്കണം. കാരണം വറുത്ത അരിപ്പൊടി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൊഴിലപ്പം ശരിയാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് നേരത്തോളം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്. അത് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പിന്റെ കണക്കാണ് പറയുന്നത്. 250 ml കപ്പാണിത്. അതിൽ 1 കപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം തേങ്ങ ചെരുകിയത്. തേങ്ങ ചെരുകെന്ന് പറഞ്ഞാൽ ഒരുപാട് പാടില്ല. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊഴിലപ്പം ശരിയാവില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ പിടി എന്നുള്ള ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സ്പൂണിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു ചെറിയുള്ളി, പിന്നെ ഒരു വെളുത്തുള്ളി. ഈ 3 ഐറ്റം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അല്പം മാത്രം വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഈ തേങ്ങ ചെരുകിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ 2 ടേബിൾ സ്പൂൺ കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി 1 ഒരുപാട് വെളുത്തുള്ളി വേണ്ട. താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ നമ്പർ ആവാം. പക്ഷെ ഞാൻ ഒരുപാട് എടുക്കുന്നില്ല. ഇതിൽ അല്പം മാത്രം വെള്ളം ചേർത്തിട്ട് വളരെ നൈസായിട്ട് അരച്ചിട്ട് വരണം. അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ അരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഇവിടെ അമ്മ ഇല്ലാത്തതുകൊണ്ട് ഈ മിക്സിയിൽ ചെറിയ ജാറിൽ തന്നെ അരയ്ക്കാൻ പോവുകയാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരയില്ല നന്നായിട്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴയ്ക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരുപാട് വെള്ളമൊന്നും ഇല്ലാണ്ട് വളരെ നൈസായിട്ട് അരയ്ക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടിയില്ലേ, വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഒരുപാട് തേങ്ങ ഞാൻ പറഞ്ഞ പോലെ ഇടരുത്. അരച്ച് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒരു ഇച്ചിരി കൂടെ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 നുള്ള് നല്ല ജീരകം, അതായത് ക്യൂമിൻ സീഡ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് ഒരു അല്പം അരച്ച് ചേർത്താൽ മതി. അതേപോലെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂണോളം കറുത്ത എള്ള്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ പൊടി വറക്കുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്തിട്ട് അതിൽ ഒന്ന് വറുത്തെടുക്കും, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഇതിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്തായാലും ഇത് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും അത് കുക്കായിക്കോളും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായി അങ്ങ് തിളപ്പിക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കുഴക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ഇപ്പൊ ഞാനിപ്പോൾ 1 ഗ്ലാസ് അല്ലേ അരിപ്പൊടി എടുത്തിരിക്കുന്നത്, 1.25 ഗ്ലാസ് വരെ വെള്ളം നമുക്ക് ആദ്യം തന്നെ നന്നായി തിളപ്പിച്ച് വെക്കുക. ഓരോ പൊടി അനുസരിച്ചും വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരും. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് ചിലപ്പോൾ 1 ഗ്ലാസ് വെള്ളമായിരിക്കും വേണ്ടി വരും. അതേസമയം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് മതിയാവും, അല്ലെങ്കിൽ കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും വെള്ളം കുറച്ച് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അല്ലാതെ ഞാൻ 1 ഗ്ലാസ് പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ അതന്നെ ഒഴിക്കാൻ പാടില്ല കേട്ടോ. കാരണം ഓരോ ബ്രാൻഡ് പൊടിക്കനുസരിച്ചും വെള്ളത്തിന്റെ അളവിൽ മാറ്റങ്ങൾ വരും. അപ്പൊ നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.25 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ്. അളവ് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊണ്ട് നോക്കാം. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇടാം. ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഇത് നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് കൂടുതലല്ല, പക്ഷെ ഒരു ഇച്ചിരി മുന്നോട്ട് നിൽക്കണം മാത്രം. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിൽ നമുക്കിത് ഓൺ ചെയ്യാം. നന്നായി തിളക്കട്ടെ വെള്ളം. നന്നായി തിളച്ച വെള്ളമാണ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മുടെ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ടും പൊടി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളക്കട്ടെ. നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു കപ്പിലോട്ട് അളന്നെടുക്കാം. ഞാൻ 1 ഗ്ലാസ് അളന്നെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഒഴിച്ച് നോക്കാം.
ഓരോ പൊടി അനുസരിച്ചും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും, അതെപ്പോഴും ശ്രദ്ധിക്കണം. 1/2 കപ്പോളം എന്തായാലും ആദ്യം ഒഴിക്കാം. പക്ഷേ 3/4 കപ്പാണോ 1 കപ്പാണോ എന്ന് നമുക്ക് ഇപ്പം അറിയില്ല, ഒഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതങ്ങ് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വരില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. പോരാ, അതുകൊണ്ട് നമുക്കൊരു 1/4 കപ്പും കൂടെ കുഴച്ച് കൊടുത്ത് നോക്കാം. മിക്സ് ചെയ്യുക. ഇച്ചിരി കൂടെ കുറവുണ്ട് വെള്ളത്തിൻ്റെ. കൈവളി. എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു 5 മിനിറ്റോളം ഇത് അടച്ചു വെക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് നന്നായിട്ട് അതങ്ങ് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോട് കൂടി തന്നെ കുഴക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അതായത് 3/4 കപ്പിനേക്കാളും 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഓവർ കട്ടിയല്ല, ഓവർ സോഫ്റ്റ് അല്ലാത്തൊരു പരിവായിരിക്കണം. അപ്പോൾ അതായത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഉള്ളിലോട്ട് കൈ പോകണം. പക്ഷെ അതേസമയം ഇച്ചിരി കട്ടിയുണ്ട് താനും. എടുക്കാം, ഓരോ ഉരുളയാക്കുക. ബാക്കിയുള്ള മാവ് നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും. ഭയങ്കര ഹാർഡായി കഴിഞ്ഞാൽ നമുക്കതങ്ങ് പ്രസ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു ഉരുള മാത്രം ഇതേപോലെ അങ്ങ് കയ്യിൽ വെച്ച് ഉരുട്ടുക. ബാക്കി നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. ഞാൻ എന്താ ചെയ്യാം, ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാം. 2-3 രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. അതിലോട്ട് ഈ ഉരുളങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു വാഴയില എടുത്തിട്ട് അതിനെ മൂടുക. അതിൻ്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്നിട്ടങ്ങ് മൂടിയിട്ട് ഒരു കട്ടിയുള്ള പ്ലേറ്റ് വെച്ചിട്ട് നമുക്കതങ്ങ് പ്രസ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈവനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ സംഭവം കിട്ടും. വാഴയില ഉണ്ടെങ്കിൽ. വാഴയില്ലാത്തവർക്ക് ഞാൻ വേറെ രീതി കാണിച്ചു തരാം. വാടിയ വാഴയിലാണെങ്കിൽ കീറിപ്പോവില്ല. ഇതിപ്പോൾ നല്ല നൈസായിട്ടുള്ള ഇല വാഴയില ആയതുകൊണ്ട് കീറുന്ന ഒരു പരിപാടി ഇല്ല. നന്നായിട്ട് ബലം പ്രയോഗിച്ച് അങ്ങ് പ്രസ് ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പതുക്കെ ഇങ്ങനെ വിടിയിച്ചെടുക്കുക. എന്നിട്ട് വിരലിൻ്റെ സഹായമൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ കുഴലിൻ്റെ രൂപത്തിലങ്ങ് മടക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കുഴലപ്പം റെഡി. ഈസി അല്ലേ? ഇനി മറ്റേ മെത്തേഡൊന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫ്രോസൺ പറാത്തയുടെ ഒരു കവറാണ്. അതിലും ഞാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു ഉരുള ഇതേപോലെ തന്നെ വെക്കാം. ഇവിടെ വെച്ച് കൊടുക്കുകയാണ് ഉരുള. എന്നിട്ട് നമുക്ക് ഇത് വെച്ചങ്ങ് കവർ ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരുപാട് തിന്നാക്കരുത് കേട്ടോ, ഈവനായിരിക്കണം അതിൻ്റെ തിക്നെസ്. കണ്ടില്ലേ? ഇപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ടങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എനിക്കിത് ഈസി ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല, അതും വിട്ടുപോരും എണ്ണയിലിടുമ്പോൾ. അതുകൊണ്ട് ഈ നമ്മൾ ഒട്ടിക്കുന്ന ഭാഗം നന്നായിട്ട് ഒട്ടിയെന്ന് ഉറപ്പ് വരുത്തുക. അഥവാ ഇച്ചിരി ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് കയ്യിലെടുത്തിട്ടൊന്ന് അവിടെ നിന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ ഫ്രൈ ആവുന്ന സമയത്തങ്ങ് വിട്ടുപോരും. അപ്പോൾ മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെയാണ് എല്ലാ കൊഴലപ്പവും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 10 എണ്ണം ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 10 എണ്ണം പരത്തിയിട്ടുണ്ട്, പരത്തി ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വാഴയുടെ ഇലയിലോ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ എണ്ണ പുരട്ടിയ ഇതിലോട്ട് വെച്ചില്ലേ, എന്നിട്ട് പ്ലേറ്റ് കൊണ്ട് പ്രസ് ചെയ്ത് മുഴുവൻ അങ്ങോട്ട് ശരിയായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലേറ്റ് വെച്ച് നമുക്ക് നന്നായിട്ട് അമർത്താം. എന്നിട്ട് നോക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ശരിയായില്ല എന്ന് വിചാരിക്കും. ശരിക്കും പരത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ കുറച്ച് പരത്തിയതിന് ശേഷം ഒരു റോളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിന് മുകളിൽ കൂടെ ഒടിച്ചു കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ആ പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ റോളർ വെക്കാൻ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് നഷ്ടപ്പെടും. കണ്ടല്ലേ? കുറച്ച് അങ്ങ് ഇതാവും. അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ചുരുട്ടിയെടുക്കാം. റോളർ വയ്ക്കുമ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ല, ഇവിടെ നൈസായിട്ട് മാറി. അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ മറ്റത് പറ്റിയില്ലെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ പറഞ്ഞു തന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഇപ്പം നിങ്ങളിങ്ങനെ ചെയ്തു, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയി, അല്ലെങ്കിൽ ഇത് ഒട്ടും തന്നെ പരത്താൻ പറ്റുന്നില്ല, ഭയങ്കര ഹാർഡായി മാവെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം കുറച്ച് 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒഴിച്ച് ഒന്നും കൂടെ നന്നായി കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് മാറും. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ കുറച്ച് ചിലപ്പോൾ കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു 10 ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് കുറച്ച് ഹാർഡായിട്ട് മാറി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായി കുഴച്ചെടുത്തപ്പോൾ വീണ്ടും ശരിയായി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
മതി കേട്ടോ. അപ്പോൾ നമുക്കിനി കുഴലപ്പം വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാം. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ നാട്ടിലൊക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. ഇവിടെ ഇപ്പോൾ വെളിച്ചെണ്ണ അധികം ഇല്ല, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ കുഴലപ്പം മുങ്ങിക്കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഞാൻ. അത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ടുണ്ട്. മീഡിയം ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന ഉപ്പിൻ്റെ അളവ് 1/2 ടീസ്പൂണാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പാകമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഉപ്പിൻ്റെ ആ ഒരു സ്വാദനുസരിച്ച് അതിൽ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കണം. എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീഡിയം ചൂടാണ് വേണ്ടത് എണ്ണയ്ക്ക്, അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്കിനി കുറച്ച് എണ്ണ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഒരുമിച്ച് ഇട്ടുണ്ട്, മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ. അത് 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്ത് ബ്രൗൺ കളർ വരും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കുഴലപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴലപ്പം പെട്ടെന്ന് തന്നെ റെഡിയാവുന്നൊരു പലഹാരമല്ല, ഇച്ചിരി സമയമെടുക്കും. അതുകൊണ്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല കളർ വരുന്ന വരെ കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ അങ്ങ് വേവാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് വേണം നമുക്കിത് എടുക്കാൻ. ചൂട് ഞാൻ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. പിന്നെ പുറത്ത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ കളർ മാറും. ഓവറായിട്ട് ചുവന്ന കളറായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ അരിപ്പയിലോട്ടോ നമുക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് ഏകദേശം 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് ഒരു 18-20 ചെറിയ കുഴലപ്പം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിയാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ, കുഴലപ്പം ചായയിൽ മുക്കിയിട്ട് കഴിക്കാനാണ്. എൻ്റെ ചെറുപ്പത്തിലേ തൊട്ടുള്ളൊരു എന്താ പറയുക ഒരു സംഭവമാണ്. ഇപ്പം എൻ്റെ പിള്ളേർ അങ്ങനെ തന്നെയാണ്. മുറുക്കും കുഴലപ്പവും ഒക്കെ അച്ചപ്പം തന്നെ കഴിക്കും. പക്ഷേ കുഴലപ്പം മുറുക്കൊക്കെ ഇങ്ങനെ ചായയിൽ ഇങ്ങനെ കുതിർത്ത് കഴിക്കാൻ എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അതിന് ക്രിസ്പിനെസ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ചായയിൽ മുക്കി കഴിക്കാം. എന്ത് പറയുന്നു? ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി കഴിക്കട്ടെ. ആണോ? സംഭവം സൂപ്പറാണ് കേട്ടോ. എല്ലാം നല്ലതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളിലൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോഴാണ് നമുക്ക് എടുക്കേണ്ടത്. വളരെ എളുപ്പമാണ്, പക്ഷേ ചെറിയ കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ചായയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ചൂട് ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ മുക്കാൻ പോകണം. നല്ല മധുരമുള്ള ചായയാണ് കേട്ടോ എനിക്കിഷ്ടം. ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മുക്കുമ്പോൾ ഇവനിങ്ങനെ സോഫ്റ്റ് ആവും. എന്നിട്ട് നമുക്കിങ്ങനെ കഴിക്കാം. നൊസ്റ്റാൾജിയ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അപ്പോൾ നമ്മുടെ ലൂബിക്ക ഇതാ നമ്മുടെ സിലിക്കൺ ഓയസിൽ ദുബായിലെത്തിയിരിക്കുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചാലോ. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇപ്രാവശ്യം കുറേ തപ്പി, പക്ഷേ കിട്ടിയില്ല, പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടമ്പായി എന്നെ പറ്റിച്ചു. പക്ഷേ എനിക്കിവിടെ കിട്ടി. സ്നാപ്പ് ഷോപ്പിക്കാർ ഡെലിവറി ചെയ്തു. നല്ല പഴുത്ത ലൂബിക്ക നോക്കി എടുക്കാം. ഒരു കടി കടിച്ചിട്ട് നമുക്ക് ഉപ്പിൽ മുക്കാം അല്ലേ. കടിക്കുന്നതാണല്ലോ. അത്രയ്ക്ക് എക്സ്പ്രഷൻ വേണോ? രോമൊക്കെ എടുത്തു. എത്ര മിനിറ്റ്? 1 മിനിറ്റ്. 45 സെക്കൻഡ്. അപ്പോൾ എല്ലാവരും ലൂബിക്ക് വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. താങ്ക് യു.